Welcome back to my channel. In the last class, we studied utility functions. ഇന്ന് നമ്മൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു 8 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചു. ഇന്ന് അതിൻ്റെ ബാലൻസ് ആയിട്ട് കുറേ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ 9th ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഫാൾസ്? താഴെ തന്നിരിക്കുന്നതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ഫാൾസ് ആയിട്ടുള്ളത്, തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാ? എന്താണ്? ടോട്ടൽ യൂട്ടിലിറ്റി ഇൻക്രീസസ് ആസ് ലോങ് ആസ് മാർജിനൽ യൂട്ടിലിറ്റി ഈസ് പോസിറ്റീവ്. മാർജിനൽ യൂട്ടിലിറ്റി എത്ര കാലത്തോളം പോസിറ്റീവ് ആയിരിക്കുന്നു അത്രയും കാലം അല്ലെങ്കിൽ ആ സമയം ടോട്ടൽ യൂട്ടിലിറ്റി വർദ്ധിക്കുന്നു. അപ്പൊ ടോട്ടൽ യൂട്ടിലിറ്റി ഇൻക്രീസസ് ആസ് ലോങ് ആസ് മാർജിനൽ യൂട്ടിലിറ്റി ഈസ് പോസിറ്റീവ്. അപ്പൊ മാർജിനൽ യൂട്ടിലിറ്റി പോസിറ്റീവ് ആയിരിക്കുന്നിടത്തോളം ടോട്ടൽ യൂട്ടിലിറ്റി വർദ്ധിക്കുന്നു എന്നാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത്തത്, ടോട്ടൽ യൂട്ടിലിറ്റി ആൻഡ് മാർജിനൽ യൂട്ടിലിറ്റി ആർ ഡയറക്ട്ലി റിലേറ്റഡ്. ടോട്ടൽ യൂട്ടിലിറ്റിയും മാർജിനൽ യൂട്ടിലിറ്റിയും ഡയറക്റ്റ് റിലേഷൻ ആണ്. എന്ന് പറഞ്ഞാൽ ഒന്ന് കൂടുമ്പോൾ മറ്റതും കൂടുന്നു, ഒന്ന് കുറയുമ്പോൾ മറ്റത് കുറയുന്നു. മനസ്സിലായല്ലോ? ഇനി മൂന്നാമത്തെ ഓപ്ഷൻ, ടോട്ടൽ യൂട്ടിലിറ്റി റീച്ചസ് ഇറ്റ്സ് മാക്സിമം വെൻ മാർജിനൽ യൂട്ടിലിറ്റി ഈസ് സീറോ. മാർജിനൽ യൂട്ടിലിറ്റി സീറോ ആവുമ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി എവിടെ എത്തും? അതിന്റെ മാക്സിമത്തിൽ എത്തും. ദാറ്റ് ഈസ് ദി തേർഡ് കണ്ടീഷൻ. ദെൻ ഫോർത്ത് വൺ, വെൻ മാർജിനൽ യൂട്ടിലിറ്റി ബിക്കംസ് നെഗറ്റീവ് ടോട്ടൽ യൂട്ടിലിറ്റി സ്റ്റാർട്ട്സ് ടു ഡിക്രീസ്. അതായത് മാർജിനൽ യൂട്ടിലിറ്റി നെഗറ്റീവ് ആവുന്നത് എപ്പോഴാണോ അപ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി കുറയാൻ തുടങ്ങുന്നു. ഇതാണ് 4 ഓപ്ഷൻസ്. ഓക്കെ, അതിൽ ആൻസർ ഏതായിരിക്കും? നമുക്കറിയാമല്ലോ, ടോട്ടൽ യൂട്ടിലിറ്റി ടോട്ടൽ യൂട്ടിലിറ്റി ആൻഡ് മാർജിനൽ യൂട്ടിലിറ്റി ആർ ഡയറക്ട്ലി റിലേറ്റഡ്. അത് ഡയറക്ട്ലി റിലേറ്റഡ് അല്ല. കാരണം വെൻ വി കൺസ്യൂം എ പർട്ടിക്കുലർ കമ്മോഡിറ്റി കണ്ടിന്യൂസ്ലി സാറ്റിസ്ഫാക്ഷൻ വിൽ decrease. But total utility increasing at a diminishing rate, marginal utility gradually decreasing when we consume a particular commodity continuously. അതാണ് law of diminishing marginal utility എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ആൻസർ ഏതാണ്? ഇത് ബി ആണ് ആൻസർ. നെക്സ്റ്റ് 10th, വാട്ട് ഈസ് ദി പ്രൈമറി മോട്ടീവ് ഫോർ കൺസ്യൂമർ ബിഹേവിയർ? കൺസ്യൂമർ ബിഹേവിയർ അല്ലെങ്കിൽ കൺസ്യൂമർ ബിഹേവിയറിന്റെ പ്രൈമറി മോട്ടീവ് എന്താണ്? പ്രാഥമികമായിട്ടുള്ള ലക്ഷ്യം എന്താണ്? ഇക്കണോമിക് ഫാക്ടേഴ്സ് ആണോ, സോഷ്യൽ ഫാക്ടേഴ്സ് ആണോ, പേഴ്സണൽ ഫാക്ടേഴ്സ് ആണോ, കൾച്ചറൽ ഫാക്ടേഴ്സ് ആണോ? അപ്പൊ ഇവിടെ ഇക്കണോമിക് ഫാക്ടേഴ്സ്, സോഷ്യൽ ഫാക്ടേഴ്സ്, പേഴ്സണൽ ഫാക്ടേഴ്സ്, കൾച്ചറൽ, ഇതെല്ലാം അതിനെ അഫക്റ്റ് ചെയ്യുന്നതാണെങ്കിലും പ്രൈമറി ആയിട്ട് വരുന്നത് ഏത് ഫാക്ടറാണ്? സോഷ്യൽ ഫാക്ടറാണ്. ബി ആണ് ആൻസർ. ബി സോഷ്യൽ ഫാക്ടർ, ഇത് സി പേഴ്സണൽ ഫാക്ടർ, ഇത് ഡി കൾച്ചറൽ ഫാക്ടർ. ഓക്കെ, അതാണ് 10th വൺ. Then 11, what is the term for the process by which consumers form attitude and make decisions based on? What is the term? നമ്മളൊരു ടേം ഉപയോഗിക്കും. The process of by which consumers form attitude and make decisions എന്തിന്റെ ബേസിലാണ്? ഓൺ ഇൻഫർമേഷന്റെ ബേസിലാണ്. അതിന് ആ ടേമിന് പറയുന്ന പേര് എന്താണെന്നുള്ളതാണ്. 1 പെർസെപ്ഷൻ, 2 കൊഗ്നിഷൻ, 3 കൺസംഷൻ, 4 യൂട്ടിലിറ്റി. ഇതിലേതാണ് ആ ടേം നമ്മൾ ഉപയോഗിക്കുന്ന ടേം? എ. ഏതാണ്? പെർസെപ്ഷൻ ആണ് അതിന്റെ കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി ഈ പറഞ്ഞ കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുമെന്ന് നോക്കാം. ആദ്യത്തെ ആ ഒരു വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഫാൾസ്, അതിന് ഞാൻ ഐ വുഡ് ലൈക്ക് ടു ഗിവ് ആൻ എക്സ്പ്ലനേഷൻ. നോക്കാം. വാട്ട് ഈസ് റിലേഷൻ ദാറ്റ് എക്സിസ്റ്റ് ബിറ്റ്വീൻ ടോട്ടൽ യൂട്ടിലിറ്റി ആൻഡ് മാർജിനൽ യൂട്ടിലിറ്റി വിത്ത് ദി ഹെൽപ്പ് ഓഫ് എ ഷെഡ്യൂൾ ഓർ ടേബിൾ. ഒരു ടേബിളിന്റെ സഹായത്തോടുകൂടി നമുക്ക് അത് എന്താണെന്ന് നോക്കാം. ഓക്കെ, അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ തരുന്നേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഒന്ന് ക്വാണ്ടിറ്റി ഓഫ് എക്സ്, പിന്നെ ഇത് ടോട്ടൽ യൂട്ടിലിറ്റി ഓഫ് എക്സ്, ദെൻ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് എക്സ്.
ടോട്ടൽ യൂട്ടിലിറ്റി, മാർജിനൽ യൂട്ടിലിറ്റി. അപ്പോൾ ഫസ്റ്റ് യൂണിറ്റ്, സെക്കൻഡ് യൂണിറ്റ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്, സെവൻത് വരെ നമ്മൾ എടുക്കുന്നു. അപ്പൊ അതിൽ നിന്ന് ആ എക്സാമ്പിളിൽ നിങ്ങൾക്ക് അതിന്റെ റിലേഷൻ മുകളിൽ തന്നിരിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അപ്പം ടോട്ടൽ യൂട്ടിലിറ്റി, അപ്പൊ നമ്മൾ 8th യൂണിറ്റ് വരെ എടുക്കുന്നു, 6th, 7th, 8th. ഇനി ഫസ്റ്റ് യൂണിറ്റ്, അതിൽ നിന്ന് ടോട്ടൽ യൂട്ടിലിറ്റി 6. ദെൻ മാർജിനൽ യൂട്ടിലിറ്റി നമുക്കറിയാമല്ലോ, ഇൻ ദി ഫസ്റ്റ് സ്റ്റേജ് ടോട്ടൽ യൂട്ടിലിറ്റി ആൻഡ് മാർജിനൽ യൂട്ടിലിറ്റി വിൽ ബി ദി സെയിം, രണ്ടും ഒന്നായിരിക്കും. അപ്പോൾ 6 യൂണിറ്റ്. രണ്ടാമത്തേത് 11th യൂണിറ്റ്, മൂന്നാമത്തേത് 18, നാലാമത്തേത് 20 അല്ല 15, ഇത് 15, 20, then 21, 18, 20, 21, 21, then 0, 20, double 21, 20, 21, 20, then 6, 11, 15, 18, 6, 11, 15, 18, 20, 18, 20, 20, 18, 20, 21, 21, 20. അപ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി എങ്ങനെയാണ്? അതാണ്ടേ 6, 11, 15, 18, 20, 21, 21, 20. ഇപ്പോൾ നോക്കിയേ, ഇനി നമുക്ക് മാർജിനൽ യൂട്ടിലിറ്റി എഴുതാം. മാർജിനൽ യൂട്ടിലിറ്റി എന്താണ്? നെറ്റ് അഡീഷൻ ടു ടോട്ടൽ യൂട്ടിലിറ്റി. അപ്പോൾ ആദ്യം മാർജിനൽ യൂട്ടിലിറ്റിയും ടോട്ടൽ യൂട്ടിലിറ്റിയും എന്ത് തന്നെ ആയിരിക്കും? ഈക്വൽ ആയിരിക്കും. രണ്ടാമത്തെ സ്റ്റേജിൽ 6ഉം 11ഉം തമ്മിലുള്ള വ്യത്യാസം 5, then 4, then 3, then 2, then 1, then 0, then -1. അപ്പൊ ഇനി വാട്ട് ഈസ് ദി റിലേഷൻ ദാറ്റ് എക്സിസ്റ്റ് ബിറ്റ്വീൻ ടോട്ടൽ യൂട്ടിലിറ്റി ആൻഡ് മാർജിനൽ യൂട്ടിലിറ്റി? വി ക്യാൻ സീ. ഇതാ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഫാൾസ്? ടോട്ടൽ യൂട്ടിലിറ്റി ഇൻക്രീസസ് ആസ് ലോങ് ആസ് മാർജിനൽ യൂട്ടിലിറ്റി ഈസ് പോസിറ്റീവ്. ടോട്ടൽ യൂട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നോണ്ടിരിക്കും, മാർജിനൽ യൂട്ടിലിറ്റി പോസിറ്റീവ് ആയിരിക്കുന്നിടത്തോളം. എന്ന് പറഞ്ഞാൽ ദാണ്ട് 6, 5, 4, 3, 2, 1 പോസിറ്റീവ് ആണ്. മാർജിനൽ യൂട്ടിലിറ്റി പോസിറ്റീവ് ആണ് 1 വരെ. ഇവിടെ വരുമ്പോൾ 0 ആകുന്നു. അപ്പോൾ അത് മാക്സിമം ആകുന്നു. കണ്ടോ? ഏത് യൂണിറ്റ്? 6th യൂണിറ്റിൽ ടോട്ടൽ യൂട്ടിലിറ്റി മാക്സിമം ആകുന്നു. കാരണം ആ സ്റ്റേജ് വരെ മാർജിനൽ യൂട്ടിലിറ്റി പോസിറ്റീവ് ആണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ടോട്ടൽ യൂട്ടിലിറ്റി ഇൻക്രീസസ് ആസ് ലോങ് ആസ് മാർജിനൽ യൂട്ടിലിറ്റി ഈസ് പോസിറ്റീവ്. 6, 11, 15, 18, 20, 21. കണ്ടോ? 21 മാക്സിമം എത്തി ഇവിടെ. അതാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. ഈ ടോട്ടൽ യൂട്ടിലിറ്റി ആൻഡ് മാർജിനൽ യൂട്ടിലിറ്റി ഡയറക്ട്ലി റിലേറ്റഡ്. അത് രണ്ടും ഡയറക്ട്ലി റിലേറ്റഡ് അല്ല. ഒന്ന് കൂടുമ്പോൾ മറ്റൊന്നും കൂടുന്നു എന്നാ ഇവിടെ നോക്ക്, അല്ല. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ, ടോട്ടൽ യൂട്ടിലിറ്റി റീച്ചസ് ഇറ്റ്സ് മാക്സിമം വെൻ മാർജിനൽ യൂട്ടിലിറ്റി 0. മാർജിനൽ യൂട്ടിലിറ്റി 0 ആവുന്ന ഈ സ്റ്റേജ് കണ്ടോ? ഈ സ്റ്റേജിൽ ടോട്ടൽ യൂട്ടിലിറ്റി എന്താവുന്നു? മാക്സിമം ആവുന്നു. 21 കഴിഞ്ഞ് പിന്നെ പോകുന്നില്ല. അതാണ് രണ്ടാമത്തത്. ഓക്കെ. ദെൻ marginal utility becomes negative, total utility starts to decrease. അപ്പോൾ when marginal utility becomes negative, അതാണ്ട് ഇവിടെ നെഗറ്റീവ് ആയി. അപ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി എന്ത്? ഡിക്രീസ് ചെയ്യാൻ തുടങ്ങുന്നു. സോ ഐ ഹോപ്പ് ദാറ്റ് യു അണ്ടർസ്റ്റുഡ് വാട്ട് ഈസ് ദി റിലേഷൻ ദാറ്റ് എക്സിസ്റ്റ് ബിറ്റ്വീൻ ടോട്ടൽ യൂട്ടിലിറ്റി ആൻഡ് മാർജിനൽ യൂട്ടിലിറ്റി. ടോട്ടൽ യൂട്ടിലിറ്റിയും മാർജിനൽ യൂട്ടിലിറ്റിയും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് ഈ ടേബിളിൽ നിന്ന് നമുക്ക് മനസ്സിലായില്ലേ? ഇനി നമുക്ക് വേണമെങ്കിൽ ഇതൊരു ടേബിളിലേക്ക് മാറ്റാം. ടേബിൾ നോക്കിയേ, ഇവിടെ ഫസ്റ്റ് യൂണിറ്റ്, സെക്കൻഡ് യൂണിറ്റ്, തേർഡ് യൂണിറ്റ്, ഫോർത്ത് യൂണിറ്റ്, ഫിഫ്ത്ത് യൂണിറ്റ്, സിക്സ് യൂണിറ്റ്, സെവൻത് യൂണിറ്റ്, 8th യൂണിറ്റ്. ഫസ്റ്റ് യൂണിറ്റിൽ ഇവിടെ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് എക്സ്, OX. ഇവിടെ യൂണിറ്റ് 1, 2, 3, 4, 5, 6, 7, 8. ഓക്കെ. അപ്പോഴേ ഫസ്റ്റ് യൂണിറ്റിൽ ടോട്ടൽ മാർജിനൽ യൂട്ടിലിറ്റി എത്രയാണ്? 6 ആണ്. 1, 2, 3, 4, 5, 6. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് യൂണിറ്റിൽ നിന്ന് 6 യൂണിറ്റ്, സെക്കൻഡ് യൂണിറ്റിൽ നിന്ന്
5 യൂണിറ്റ് 5, അപ്പോൾ സെക്കൻഡ് 5. തേർഡ് യൂണിറ്റിൽ നിന്ന് 4, തേർഡ് യൂണിറ്റിൽ നിന്ന് 4. പിന്നെ ഫോർത്ത് യൂണിറ്റിൽ നിന്ന് 3, ഫോർത്ത് യൂണിറ്റിൽ നിന്ന് 3, ഫോർത്ത് യൂണിറ്റ് 3. ഫിഫ്ത്ത് യൂണിറ്റ് 2, ഫിഫ്ത്ത് യൂണിറ്റിൽ നിന്ന് 2. പിന്നെ സിക്സ്ത് യൂണിറ്റിൽ നിന്ന് 1, സിക്സ്ത് യൂണിറ്റ് 1. സെവൻത് യൂണിറ്റ് 0, എയ്ത്ത് യൂണിറ്റ് -1. അപ്പോൾ താഴോട്ട് വരും -1. ഇത് -1. ഓക്കെ. അപ്പോൾ നമുക്ക് when we draw or plot these points with a straight line, we will get utility. അതിപ്പോൾ ഇങ്ങനെ വരുന്നു. ഓക്കെ, നെഗറ്റീവ് ആവുന്നു. ബോർഡിൽ വരച്ചല്ലേ, അപ്പോൾ ഇച്ചിരി വ്യത്യാസമൊക്കെ വരും. ഇതേ രീതിയിൽ ആയിരിക്കും അതിൻ്റെ കർവ് എന്ന് പറയുന്നത്. ഇവിടെ വരും. ഓക്കെ, ഇവിടെ നമുക്ക് ഇവിടെ വരും, ഇവിടെ വരും, ഇവിടെ വരും, ഇവിടെ വരും. ഇതാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ റിലേഷൻ. അപ്പോൾ ഇറ്റ് ഈസ് എ ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി കർവാണ് നമ്മൾ ഈ കാണുന്നിരിക്കുന്നത്. ഇവിടെ നെഗറ്റീവ്. നമുക്കറിയാമല്ലോ, ഒരു ചെറിയ ഉദാഹരണം പറയാം. കള്ളു കുടിക്കുന്ന ഒരാൾ കുടിച്ച് അയാളുടെ യൂട്ടിലിറ്റി ആദ്യം കൂടി പിന്നെ കുറഞ്ഞ് 0 ആവുന്നു, ഛർദ്ദിക്കുന്ന സ്റ്റേജാണ് ആ നെഗറ്റീവ് സ്റ്റേജ് എന്ന് പറയുന്നത്. വീണ്ടും കുടിക്കുന്നു. അപ്പോൾ ഇത് മാർജിനൽ യൂട്ടിലിറ്റിക്ക്, ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റിക്ക് എക്സെപ്ഷൻസ് ഉണ്ട്. നമുക്ക് അതുപോലെ ഈ പണത്തിന്റെ കാര്യം എത്ര കിട്ടിയാലും 10 കിട്ടുകൾ മതി, 10 കിട്ടുകൾ 100 മതി എന്നും ശതമാകിൽ സഹസ്രം മതി എന്ന് പറയുന്ന പോലെ പണം എപ്പോഴും എത്ര കിട്ടിയാലും കൂടത്തേ ഉള്ളൂ. സ്റ്റാമ്പ് കളക്ട് ചെയ്യുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് കൂടത്തേ ഉള്ളൂ. ദാഹിച്ചിരിക്കുന്ന ഒരു മനുഷ്യനെ വെള്ളം തുള്ളിയായിട്ട് ഒഴിച്ചു കൊടുത്താൽ ദാഹം കൂടത്തേ ഉള്ളൂ. അത് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റിയുടെ അതിന്റെ ക്രിറ്റിസിസമാണ്, അല്ലെങ്കിൽ അത് ഇങ്ങനെയും സംഭവിക്കുന്നു എന്ന് കാണിക്കുന്ന തിയറിയാണ്. ഇവിടെ ഇതാണ് ടോട്ടൽ യൂട്ടിലിറ്റിയും മാർജിനൽ യൂട്ടിലിറ്റിയും തമ്മിലുള്ള ബന്ധം. സോ ദീസ് ആർ ദി. അപ്പൊ ഇതിൽ നിന്ന് എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾക്ക് ഗ്രഹിക്കാൻ പറ്റി ഈ ഒരു ടോപ്പിക്കിൽ? ഞാൻ എടുക്കുന്ന ഓരോ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനും കഴിഞ്ഞ 8 എണ്ണം പഠിപ്പിച്ചു. 8 എണ്ണത്തിൽ നിങ്ങൾക്ക് ലിയോണ്ട് യൂട്ടിലിറ്റി ഫംഗ്ഷൻ അതിനകത്ത് നിന്ന് പഠിക്കാൻ പറ്റി, കോബ് ഡഗ്ലസ് പഠിക്കാൻ പറ്റി. ഇതുപോലെ ആ ചോയ്സ് തരുമ്പോൾ അതിൽ നിന്ന് ഒന്നിലധികം കാര്യങ്ങൾ ഓരോന്നിൽ നിന്നും ഗ്രഹിക്കാൻ പറ്റും. ആ രീതിയിലാണ് ഞാൻ ഈ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ആൾ ഓഫ് ദി എബോവ് എന്ന് പറയുമ്പോൾ അതിന്റെ പ്രോപ്പർട്ടി മുഴുവനും വരികയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഫാൾസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ യൂട്ടിലിറ്റി ഇൻക്രീസസ് ആസ് ലോങ് ആസ് മാർജിനൽ യൂട്ടിലിറ്റി ഈസ് പോസിറ്റീവ്. ഈ സ്റ്റേജ് വരെ ടോട്ടൽ യൂട്ടിലിറ്റി മാക്സിമം അല്ലെങ്കിൽ ഇവിടെ എത്തുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. രണ്ടാമത്തെ ടോട്ടൽ യൂട്ടിലിറ്റി ആൻഡ് മാർജിനൽ യൂട്ടിലിറ്റി ഡയറക്ട്ലി റിലേറ്റഡ് അല്ല. പിന്നെ ടോട്ടൽ യൂട്ടിലിറ്റി റീച്ചസ് ഇറ്റ്സ് മാക്സിമം വെൻ മാർജിനൽ യൂട്ടിലിറ്റി 0 മാർജിനൽ യൂട്ടിലിറ്റി ആകുമ്പോൾ മാക്സിമം 21 അപ്പുറത്തോട്ട് പോകുന്നില്ല. ഇനി ടോട്ടൽ മാർജിനൽ യൂട്ടിലിറ്റി നെഗറ്റീവ് ആകുമ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി കുറയാൻ തുടങ്ങുന്നു. ടോട്ടൽ യൂട്ടിലിറ്റി മീൻസ് ക്യുമുലേറ്റീവ് യൂട്ടിലിറ്റി ഓർ ഓവറോൾ യൂട്ടിലിറ്റി ഓഫ് എ കൺസ്യൂമർ derived ഫ്രം ദി കൺസംഷൻ ഓഫ് എ പർട്ടിക്കുലർ ഗുഡ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവ തമ്മിലുള്ള റിലേഷൻ. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ കൺസ്യൂമേഴ്സ് കോഗ്നിറ്റീവ് പ്രോസസ്? അതായത് ഒരു കൺസ്യൂമറുടെ, നമുക്കറിയാം കൺസ്യൂമർ ഈസ് റാഷണൽ ആൻഡ് കോഗ്നിറ്റീവ്. ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് അയാൾ എന്തായിരിക്കും? പൂർണ്ണമായിട്ടും ബോധവാനായിരിക്കുമല്ലോ. അപ്പോൾ ആ ഒരു വൈജ്ഞാനിക പ്രക്രിയ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ കൺസ്യൂമേഴ്സ് കോഗ്നിറ്റീവ് പ്രോസസ്? ആദ്യം എന്താണ് അതിൽ? ബൈയിങ് പ്രോഡക്റ്റ് ഓൺ ഇമ്പൾസസ്. ഇമ്പൾസ് മൂലം അയാൾ എന്ത് ചെയ്യുന്നു? ബൈയിങ് പ്രോഡക്റ്റ് ഓൺ ഇമ്പൾസിന്റെ ബേസിൽ പ്രോഡക്റ്റ് കൺസ്യൂം ചെയ്യുന്നു അല്ലെങ്കിൽ വാങ്ങിക്കുന്നു. ഒന്ന്. രണ്ടാമത്തത് ഇവാലുവേറ്റിംഗ് ദി പ്രോസ് ആൻഡ് കോൺസ് ഓഫ് പ്രോഡക്റ്റ്.
അതായത് ഓരോ പ്രോസ് ആൻഡ് കോൺസ് അതിന്റെ എല്ലാ വശങ്ങളും മനസ്സിലാക്കിയിട്ട് അതിനെ ഇവാലുവേറ്റ് ചെയ്തിട്ടായിരിക്കും പർച്ചേസ് ചെയ്യുന്നത്. ഇവാലുവേറ്റിംഗ് ദി പ്രോസ് ആൻഡ് കോൺസ് ഓഫ് എ പ്രോഡക്റ്റ്, ഒരു പ്രോഡക്റ്റിന്റെ പ്രോസ് ആൻഡ് കോൺസ് മനസ്സിലാക്കിയിട്ടായിരിക്കും. 2. മൂന്നാമത്തത് ഫോളോയിങ് എ ഫ്രണ്ട്സ് റെക്കമെൻഡേഷൻ, ഫ്രണ്ടിന്റെ റെക്കമെൻഡേഷൻ അനുസരിച്ചായിരിക്കും വാങ്ങിക്കുന്നത്. ഡി പർച്ചേസിംഗ് പ്രോഡക്റ്റ് ബേസ്ഡ് ഓൺ ഇറ്റ്സ് ബ്രാൻഡ് നെയിം, ബ്രാൻഡ് നെയിമിന്റെ ബേസിലായിരിക്കും. അപ്പോൾ ഒന്നാമത്തത് എന്താണ്? ഇവാലുവേറ്റിംഗ് ദി പ്രോസ് ആൻഡ് കോൺസ് ഓഫ് എ പ്രോഡക്റ്റ്. ആദ്യത്തേത് ഇമ്പൾസ്, രണ്ടാമത്തത് പ്രോസ് ആൻഡ് കോൺസ് ഓഫ് എ പ്രോഡക്റ്റ് ഇവാലുവേറ്റ് ചെയ്യുന്നു അത്. മൂന്നാമത്തത് ഫ്രണ്ട്സ് റെക്കമെൻഡേഷൻസിന്റെ അടിസ്ഥാനത്തിൽ. നാലാമത്തത് പ്രോഡക്റ്റ് ബേസ്ഡ് ഓൺ ബ്രാൻഡ് നെയിം. ഇതെല്ലാം യഥാർത്ഥത്തിൽ കൺസ്യൂമറെ സ്വാധീനിക്കുന്ന, പർച്ചേസിംഗ് ചെയ്യുന്നതിന് മുമ്പ് സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. പക്ഷെ ഇവിടെ കൊഗ്നിറ്റീവ് എന്ന് ചോദിച്ചതുകൊണ്ട് അയാളുടെ വൈജ്ഞാനികമായിട്ട് അയാൾ ഏതായിരിക്കും? ഇവിടെ ബി ആണ് ആൻസർ. ഇവാലുവേറ്റിംഗ് ദി പ്രോസ് ആൻഡ് കോൺസ് ഓഫ് പ്രോഡക്റ്റ്, പ്രോഡക്റ്റിന്റെ എല്ലാ വശവും മനസ്സിലാക്കിയിട്ടായിരിക്കും അത് വാങ്ങിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ യൂട്ടിലിറ്റി ഫംഗ്ഷൻ? ഒരു യൂട്ടിലിറ്റി ഫംഗ്ഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ഫീച്ചേഴ്സ്, ക്യാരക്ടറിസ്റ്റിക് ഏതാണ്? ഇറ്റ് ഈസ് ആൾവേസ് ലീനിയർ. ഒന്നാമത്തെ ഓപ്ഷൻ ഇറ്റ് ഈസ് ആൾവേസ് ലീനിയർ, അതെല്ലാം എപ്പോഴും ലീനിയർ ആയിരിക്കും. ഇറ്റ് ഈസ് ആൾവേസ് കോൺകേവ്, കോൺകേവ് ആയിരിക്കും. ഇറ്റ് ഈസ് ആൾവേസ് കോൺവെക്സ്, കോൺവെക്സ് ആയിരിക്കും. ഇറ്റ് ക്യാൻ ബി ലീനിയർ, കോൺകേവ് ഓർ കോൺവെക്സ്. അടുത്ത ലാസ്റ്റ് ഓപ്ഷൻ. അപ്പോൾ അത് കോൺകേവ് ആവാം, കോൺവെക്സ് ആവാം, പിന്നെ ആൾവേസ് ഇറ്റ് ക്യാൻ ബി ലീനിയർ, കോൺകേവ് ഓർ കോൺവെക്സ്. ഡി ആണ് ആൻസർ. അപ്പോൾ ഇതാണ് ഇതിന്റെ ആൻസർ. 13ാമത്തെ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ യൂട്ടിലിറ്റി ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായി. നെക്സ്റ്റ്, വാട്ട് ഈസ് ദി മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കാർഡിനൽ യൂട്ടിലിറ്റി ഫംഗ്ഷൻ? കാർഡിനൽ യൂട്ടിലിറ്റി ഫംഗ്ഷന്റെ മെയിൻ ക്യാരക്ടർ, നേരത്തെ നമ്മൾ പഠിച്ചത് യൂട്ടിലിറ്റി ഫംഗ്ഷന്റെ മെയിൻ ക്യാരക്ടർ ആണ്. ഇവിടെ കാർഡിനൽ യൂട്ടിലിറ്റി ഫംഗ്ഷന്റെ മെയിൻ ക്യാരക്ടർ ഏതാണെന്നാ? ഇറ്റ് ക്യാൻ ഓൺലി ബി മെഷേർഡ് ഓർഡിനലി. ഇറ്റ് ക്യാൻ ഓൺലി ബി മെഷേർഡ് ഓർഡിനലി. ഓർഡിനലായിട്ട് നമുക്ക് അങ്ങനെ മാത്രമേ അതിനെ മെഷർ ചെയ്യാൻ പറ്റൂ. നമുക്കറിയാമല്ലോ ഓർഡിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? പ്രിഫറൻസ് ആണ്, അല്ലേ? യൂട്ടിലിറ്റി ഓഫ് പ്രിഫറൻസ് ആണ്. ഇറ്റ് ക്യാൻ ഓൺലി ബി മെഷേർഡ് ഓർഡിനറി. രണ്ടാമത്തത് ഇറ്റ് ക്യാൻ ബി മെഷേർഡ് ന്യൂമറിക്കലി ആൻഡ് ഹാസ് എ സ്പെസിഫിക് യൂണിറ്റ്. അതിനെ ന്യൂമറിക്കലായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നു, അതുപോലെ അതിന് സ്പെസിഫിക് യൂണിറ്റ് ഉണ്ട്. യൂട്ടിൽ, അല്ലേ? യൂണിറ്റ് എന്ന് ചോദിച്ചാൽ യൂട്ടിൽ. അപ്പോൾ അതേ രീതിയിൽ നമുക്ക് ഇറ്റ് ക്യാൻ ബി മെഷേർഡ് ന്യൂമറിക്കലി ആൻഡ് ഹാസ് എ സ്പെസിഫിക് യൂണിറ്റ്. അതാണ് ആൻസർ. ഇനി തേർഡ് വൺ, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഇൻകം. അത് എന്തിനെ? ഇൻകത്തിനെ ബേസ് ചെയ്യുന്നു എന്ന്. ഇതെല്ലാം ക്യാരക്ടറിസ്റ്റിക്സ് ആണെങ്കിലും അതിലെ ഇവിടെ ചോദിച്ചിരിക്കുന്ന മെയിൻ ക്യാരക്ടർ ആണ്. അതുകൊണ്ട് മെയിൻ ക്യാരക്ടർ ഇൻകവും ഡിപ്പെൻഡ് ചെയ്യുന്നു കൺസംഷനെ. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ കൺസ്യൂമർ പ്രിഫറൻസ്. കൺസ്യൂമർ പ്രിഫറൻസസിനെ ബേസ് ചെയ്യുന്നു. കൺസ്യൂമർ പ്രിഫറൻസ് അവിടെ ഉണ്ട്. ഇനി അപ്പോൾ ഇതിൽ മെയിൻ ക്യാരക്ടർ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഇറ്റ് ക്യാൻ ബി മെഷേർഡ് ന്യൂമറിക്കലി ആൻഡ് ഹാസ് എ സ്പെസിഫിക് യൂണിറ്റ്. സ്പെസിഫിക് യൂണിറ്റ് കാർഡിനൽ യൂട്ടിലിറ്റി ഏതാണെന്ന് ചോദിച്ചാൽ യൂട്ടിൽസ് എന്ന് എഴുതുക. ഓക്കെ, ഇനി വാട്ട് ഈസ് ദി മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഓർഡിനൽ യൂട്ടിലിറ്റി ഫംഗ്ഷൻ എന്ന് ചോദിച്ചാൽ എന്താണ്? റാങ്കിങ് പ്രിഫറൻസ് ആണ്. എന്താണ്? റാങ്കിങ് പ്രിഫറൻസ്. ഈ ക്വസ്റ്റ്യൻ ഓർഡിനലിലേക്ക് മാറ്റിയതാണ് ഞാൻ. അപ്പോൾ അവിടെ റാങ്കിങ് പ്രിഫറൻസ് ആണ്. ഇവിടെയോ ന്യൂമറിക്കലി, മെഷേർഡ് ന്യൂമറിക്കലി ആൻഡ് ഹാസ് എ സ്പെസിഫിക് യൂണിറ്റ്. ഓക്കെ, ദെൻ law of diminishing marginal utility is most commonly associated. പ്രധാനമായിട്ടും law of diminishing marginal utility ഒരുപാട് യൂട്ടിലിറ്റി ഫംഗ്ഷൻസുമായി റിലേഷൻ ഉണ്ട്. അതിൽ മോസ്റ്റ് കോമൺലി അസോസിയേറ്റഡ് ആണെന്ന് ചോദിച്ചാൽ കോബ്-ഡഗ്ലസ് യൂട്ടിലിറ്റി ഫംഗ്ഷൻ ആണ്. എ ആണ് ആൻസർ. ക്വാസി ലീനിയർ യൂട്ടിലിറ്റി ഫംഗ്ഷന് ബന്ധമുണ്ട്. കോൺസ്റ്റന്റ് ഇലാസ്റ്റിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ യൂട്ടിലിറ്റി ഫംഗ്ഷൻ, അതുമായും ബന്ധമുണ്ട്. അപ്പോൾ കോബ്-ഡഗ്ലസ് യൂട്ടിലിറ്റി ഫംഗ്ഷൻ ആണ് പ്രധാനമായിട്ടും. അതാണ് ഇവിടെ ചോദ്യം. law of diminishing marginal utility is most commonly associated. കോബ്-ഡഗ്ലസ് യൂട്ടിലിറ്റി ഫംഗ്ഷൻ ആണ് മോസ്റ്റ് കോമൺലി അസോസിയേറ്റഡ്. ക്വാസി ലീനിയർ യൂട്ടിലിറ്റി ഫംഗ്ഷനും അതുപോലെ തന്നെ കോൺസ്റ്റന്റ് ഇലാസ്റ്റിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷനും ഒക്കെ ബന്ധമുണ്ട്. എങ്കിൽ തന്നെയും ഏതാണ് പ്രധാനമായിട്ടും വരുന്നത്? കോബ്-ഡഗ്ലസ്
ഇവിടെ ലിയോൺ ഡിഫ് എന്നൊക്കെ കൊടുക്കാം. നാലാമത്തെ ഇവിടെ ഞാൻ 3 എഴുതി. ഡി, നെക്സ്റ്റ് സി, നെക്സ്റ്റ് ഡി, ലിയോൺ ഡിഫ് യൂട്ടിലിറ്റി ഫംഗ്ഷൻ. അതിൽ ആൻസർ ഏതാണ് ഇവിടെ? കോബഡഗ്ലസ്. നെക്സ്റ്റ് ഹോമോതെറ്റിക് പ്രിഫറൻസസ് റിലേറ്റഡ് ടു. ഹോമോതെറ്റിക് പ്രിഫറൻസ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കോൺസ്റ്റന്റ് ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ യൂട്ടിലിറ്റി ഫംഗ്ഷൻ, എക്സ്പോണൻഷ്യൽ യൂട്ടിലിറ്റി ഫംഗ്ഷൻ, ലീനിയർ യൂട്ടിലിറ്റി ഫംഗ്ഷൻ, ലിയോൺ ഡിഫ് യൂട്ടിലിറ്റി ഫംഗ്ഷൻ. അപ്പോഴത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കോൺസ്റ്റന്റ് ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ യൂട്ടിലിറ്റി ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. നെക്സ്റ്റ്, ഇൻകം ഇഫക്റ്റ് ഡിപ്പെൻസ് ഓൺ. ഇൻകം ഇഫക്റ്റ് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? പ്രൈസ് ഓഫ് ദി ഗുഡിനെ, റിയൽ ഇൻകം ആൻഡ് പർച്ചേസിംഗ് പവർ, ആൾ ഓഫ് ദീസ്. അപ്പോൾ ഇൻകം ഇഫക്റ്റ് ഡിപ്പെൻസ് ഓൺ പ്രൈസ് ഓഫ് ദി ഗുഡ്, റിയൽ ഇൻകം ബി. മൂന്നാമത്തത് പർച്ചേസിംഗ് പവർ സി, പർച്ചേസിംഗ് പവർ ആൾ ഓഫ് ദീസ്. ഇതെല്ലാം ഇൻകം എഫക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. എന്താണ് ഇൻകം എഫക്റ്റ് എന്ന് പറഞ്ഞാൽ? വെൻ ദി റിയൽ ഇൻകം ഓഫ് എ കൺസ്യൂമർ ഇൻക്രീസസ്, ഹി വിൽ റെഡി ടു കൺസ്യൂം മോർ ഗുഡ്സ്. ഇൻകം വർദ്ധിക്കുമ്പോൾ കൂടുതൽ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വില്ലിങ് ആവുന്നു. മോർ ഇൻകം വർദ്ധിച്ചാൽ സാധനങ്ങൾ വീണ്ടും കൂട്ടി വാങ്ങിക്കും. പക്ഷെ ആ വാങ്ങിക്കുന്ന സാധനത്തിന്റെ പ്രോപ്പർട്ടി എന്താണ്? നോർമൽ ഗുഡും ഉണ്ട്, ഇൻഫീരിയർ ഗുഡും ഉണ്ട്. ഇപ്പൊ നമുക്ക് 100 രൂപ വരുമാനമുണ്ട്, 110 രൂപ കിട്ടിയാൽ അല്ലെങ്കിൽ 150 രൂപ കൂടുതൽ കിട്ടിയാൽ, നമുക്കുള്ള വരുമാനത്തിന്റെ അതിനേക്കാൾ കൂടുതൽ കിട്ടിയാൽ നമ്മൾ ചിലപ്പോൾ ഇൻഫീരിയർ ഗുഡ് ഉപേക്ഷിച്ചിട്ട് റിയൽ ഗുഡ്, നോർമൽ ഗുഡ് വാങ്ങിക്കാൻ ശ്രമിക്കും. ഉദാഹരണത്തിന് റേഷൻ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അരി വില കൂടിയപ്പോൾ ഇനിയിപ്പം റേഷൻ കടയിലെ അരി അല്ലേ, പുഴുക്കലരി വേണ്ട, നമുക്ക് നല്ല ജയരി വാങ്ങിക്കാം എന്ന്. അതാണ് ഒന്ന്. ഇനി ഒരു സാധനത്തിന്റെ വിലയിൽ കുറവുണ്ടായാൽ എന്ത് ചെയ്യും? അവിടെയും അയാൾക്ക് ഇപ്പൊ 50 യൂണിറ്റ് 10 യൂണിറ്റ് 5 രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്നു. അപ്പോൾ 5 യൂണിറ്റ് വാങ്ങിച്ചു, 10 രൂപ വെച്ച് 5 യൂണിറ്റ് 50 രൂപയ്ക്ക് വാങ്ങിച്ചു. അതിന്റെ വില 5-ൽ നിന്ന് 4 കുറഞ്ഞാലോ 40 രൂപയ്ക്ക് 5 യൂണിറ്റ് 40 രൂപയ്ക്ക് അയാൾക്ക് അത് വാങ്ങിക്കാൻ കിട്ടുന്നു. 4 രൂപ വെച്ചാകുമ്പോൾ 10 യൂണിറ്റ് കിട്ടുന്നു. അപ്പൊ 10 രൂപ അവിടെ ലാഭം വന്നു. ആ ലാഭം വന്നത് അയാളുടെ ഇൻകത്തിൽ, യഥാർത്ഥത്തിൽ റിയൽ ഇൻകത്തിൽ വർദ്ധിച്ചു. ഇനി അതുമല്ലെങ്കിൽ ഈ 10 രൂപ യഥാർത്ഥത്തിൽ അയാളുടെ പർച്ചേസിംഗ് പവർ വർദ്ധിച്ചതാണ്. അയാൾക്ക് വീണ്ടും അതിൽ കൂടുതൽ വാങ്ങിക്കാം. 10 യൂണിറ്റ് 12 യൂണിറ്റ് 12 4 48. അപ്പോൾ 48 2 രൂപ അധികവും വരും, 12 യൂണിറ്റും കിട്ടും. അപ്പൊ ഇതേ രീതിയിൽ ഇൻകം വർദ്ധിച്ചാൽ അയാൾക്ക് നോർമൽ ഗുഡിന്റെ പുറകെ പോകാം. അതല്ലെങ്കിൽ 50 രൂപ കൊടുത്ത് വാങ്ങിക്കൊണ്ടിരുന്ന സാധനം 40 രൂപയ്ക്ക് കിട്ടുമെങ്കിൽ അയാളുടെ റിയൽ ഇൻകത്തിൽ വർധന ഉണ്ടായി, അയാളുടെ പർച്ചേസിംഗ് പവർ വർദ്ധിച്ചു. അപ്പോൾ അതാണ് ദാറ്റ് ഈസ് വാട്ട് ഈസ് കാൾഡ് ഇൻകം ഇഫക്റ്റ്. അപ്പോൾ ഇൻകം ഇഫക്റ്റ് ഈസ് എ ഫിനോമിനൻ ദാറ്റ് എ കൺസ്യൂമർ ക്യാൻ പർച്ചേസ് മോർ ക്വാണ്ടിറ്റീസ് ഓഫ് ഗുഡ് വിത്ത് ദി അഡീഷണൽ ഇൻകം ഓർ സർപ്ലസ് ഇൻകം. അതുകൊണ്ട് അയാൾക്ക് കൂടുതൽ വാങ്ങിക്കാൻ കിട്ടും. ഇതാണ് അവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതെല്ലാം ഇതിനകത്ത് വരുന്നു. ഇൻകം ഇഫക്റ്റ് ഡിപ്പെൻസ് ഓൺ പ്രൈസ് ഓഫ് ദി ഗുഡ്, റിയൽ ഇൻകം, സി പർച്ചേസിംഗ് പവർ, ദെൻ ആൾ ഓഫ് ദീസ്. ഇതെല്ലാം അതിനകത്ത് അഫക്ട് ചെയ്യുന്നു. ഇനി 18, സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് ഡിപ്പെൻസ് ഓൺ ഇൻകം, പ്രൈസ് ഓഫ് ദി ഗുഡ്, റിലേറ്റീവ് പ്രൈസ് ഓഫ് ദി ഗുഡ്, റിലേറ്റീവ് പ്രൈസ് ഓഫ് ദി ഗുഡ്. അപ്പോൾ ഇതിൽ എന്താണ്? സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് ഡിപ്പെൻസ് ഓൺ ഇൻകം, പ്രൈസ് ഓഫ് ദി ഗുഡ്, റിലേറ്റീവ് പ്രൈസ് ഓഫ് ദി ഗുഡ്. ഇതിൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് ഇൻകം ആണോ അല്ലെങ്കിൽ പ്രൈസ് ഓഫ് ദി റിലേറ്റീവ് ഗുഡ് ആണോ, പ്രൈസ് ഓഫ് ദി ഗുഡ് ആണോ? നമുക്കറിയാമല്ലോ, സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, അതുപോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ആർട്ടിക്കിളും ഉണ്ട്. അപ്പോൾ കോഫി ആണ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ വില വർദ്ധിച്ചു, അപ്പോൾ നമ്മൾ ടീ പ്രിഫർ ചെയ്യും. അപ്പൊ യഥാർത്ഥത്തിൽ അവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് അല്ലേ. കോഫിക്ക് പകരം ടീ ആണ് ഉപയോഗിക്കുന്നത്. അതാണ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് ഉദ്ദേശിക്കുന്നത്.
അല്ലെങ്കിൽ നമ്മൾ വേറെ അതുമായി ബന്ധപ്പെട്ട ഇതിന് ഇതുപോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങൾ ഏതൊക്കെയാണ്? യഥാർത്ഥത്തിൽ കോഫി, ടീ, അതുപോലെ തന്നെ ആപ്പിൾ ജ്യൂസിന് പകരം വേണമെങ്കിൽ നമുക്ക് ഓറഞ്ച് ജ്യൂസ് ഉപയോഗിക്കാം. അതുപോലെ ബട്ടർ, അതുപോലെ മാർഗരെയിൻ ഉപയോഗിക്കാം. ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് കോഫിക്ക് പകരം ടീ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ബട്ടർ മാർഗരെയിന് പകരം ബട്ടർ അതിന് പകരം മാർഗരെയിൻ, ആപ്പിൾ ജ്യൂസിന് പകരം ഓറഞ്ച് ജ്യൂസ്, ഇതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ. അപ്പൊ സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് പ്രൈസ് ഓഫ് ദി കമ്മോഡിറ്റി, അതുമായി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന സാധനത്തിന്റെ വിലയുമായിട്ടാണ് ബന്ധം എന്നാണ് പറഞ്ഞത്. നെക്സ്റ്റ് പ്രൈസ് ഇഫക്റ്റ്, പ്രൈസ് ഇഫക്റ്റ്. അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഇൻകം ഇഫക്റ്റ് പഠിച്ചു, സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് പഠിച്ചു. ഇനി പ്രൈസ് ഇഫക്റ്റ്. പ്രൈസ് ഇഫക്റ്റ് അഫക്റ്റ് ഇൻകം ഇഫക്റ്റ്, സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ്, ബോത്ത് ഇൻകം ഇഫക്റ്റ് ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ്, നൺ ഓഫ് ദീസ്. അപ്പം ഒരു സാധനത്തിന്റെ വിലയിൽ ഉണ്ടാകാവുന്ന വ്യത്യാസം കൊണ്ട് എങ്ങനെയൊക്കെ ചേഞ്ച് വരാം? ഒരു സാധനം ഇപ്പം 50 രൂപയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് സാധനം 25 രൂപ ആയിരിക്കട്ടെ. അപ്പോൾ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നുകിൽ സെയിം ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യാം, ബാക്കി 25 രൂപ മിച്ചം, അവിടെ ഇൻകം ഇഫക്റ്റ്. അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട വേറെ ഏതെങ്കിലും സാധനം ഇച്ചിരി വില കൂടിയതായാലും വാങ്ങിക്കാം, അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ്. അപ്പോൾ പ്രൈസ് ഇഫക്റ്റ് മേ ചേഞ്ച് ഇൻകം ഇഫക്റ്റ് ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ്. അതാണ് പ്രൈസ് ഇഫക്റ്റിനുള്ള പ്രത്യേകത. പ്രൈസ് ഇഫക്റ്റ് മേ ചേഞ്ച് ഇൻകം ഇഫക്റ്റ് ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ്. അയാളുടെ റിയൽ ഇൻകം വർദ്ധിക്കുന്നു, അതുപോലെ അല്ലെങ്കിൽ പർച്ചേസിങ് പവർ കൂടുന്നു, അയാൾക്ക് സാധനം അതിനേക്കാൾ കുറച്ചുകൂടി വില കൂടിയ സാധനത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനും പറ്റും. സോ ക്വാണ്ടിറ്റി in the consumption of change may lead to price effect, income effect and substitution effect. റിലേറ്റീവ് പ്രൈസിലാണ് വ്യത്യാസം വരുന്നതെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ്. ഇനി ഇൻകത്തിൽ വർധന ഉണ്ടായി കഴിഞ്ഞാൽ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സാധനം കൂടുതൽ. അപ്പൊ രണ്ട് കേസുകൾ ഞാൻ പറഞ്ഞു, നോർമൽ ഗുഡിന്റെയും അതുപോലെ തന്നെ ഇൻഫീരിയർ ഗുഡിന്റെയും. അപ്പോൾ പ്രൈസ് ഇഫക്റ്റ് മേ ലീഡ് ടു ഇൻകം ഇഫക്റ്റ് ആൻഡ് substitution effect. So I hope that you understood today's class. Please subscribe, share and subscribe. Okay, thank you.